വടകര നിയോജകമണ്ഡലം RMPI UDF സ്ഥാനാർത്ഥി KK രമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന തെറ്റായ പ്രചരണത്തിനെതിരെ വടകര റൂറൽ SP-ക്ക് പരാതി നൽകി. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു വരുന്ന ചോമ്പാല ഹാർബറിലെ പൊതുജനങ്ങൾ KK രമയെ തടഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന വീഡിയോയും പോസ്റ്റുകളും തെറ്റാണെന്നും അവ AI മെനഞ്ഞ വീഡിയോകളാണെന്നും അത്തരമൊരു സംഭവം നടന്നിട്ടില്ലെന്നും പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF RMPI സ്ഥാനാർത്ഥി KK രമ വടകര റൂറൽ SP-ക്ക് പരാതി നൽകിയത്. ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ വീഡിയോകളും ഫോട്ടോകളും പ്രചരിക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ചോമ്പാൽ ഹാർബറിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളോടും വോട്ട് ചോദിച്ചു. നല്ല രീതിയിൽ ഏകദേശം 1 മണിക്കൂറോളം ചോമ്പാൽ ഹാർബറിൽ ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞത്. അതിനുശേഷം ഒരു AI ഫോട്ടോയും വീഡിയോയും പുറത്തു വരികയാണ്. അതിൽ ഹാർബറിൽ വെച്ച് തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ തടഞ്ഞു, ഹാർബറിലൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ തടഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോയും വീഡിയോയും ഞാൻ കരയുന്നത് പോലെയുള്ള ഒരു വീഡിയോ ഒക്കെയാണ്, ഫോട്ടോയാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും കളവാണ്, വ്യാജമാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണിത്. അതുമാത്രമല്ല, എതിർ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ഉൾപ്പെടെ ഇത് പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥി പര്യടനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ SP-ക്ക് കണ്ട് പരാതി കൊടുത്തത്. ഇത് വന്നിട്ട് 3-4 ദിവസമായി. അത് സാധാരണ എല്ലാ ഇതും വരുന്നത് പോലെ മൈൻഡ് ചെയ്യാതിരുന്നതാണ്. പക്ഷേ ഇവർ വളരെ കൃത്യമായി ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി ആളുകളുടെ ബൈറ്റ് എടുത്ത് ഇത് സത്യമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ റൂറൽ SP-ക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ AI വീഡിയോയും ഫോട്ടോയും എല്ലാം പേജിൽ നിന്ന് നീക്കം ചെയ്യണം, അവർക്കെതിരെ നടപടി എടുക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോമ്പാൽ ഹാർബറിൽ പലതവണ, അവിടെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ചോമ്പാൽ ഹാർബറിൽ പലതവണ നമ്മൾ ബന്ധപ്പെട്ടതാണ്. അതുമാത്രമല്ല, ഹാർബർ വികസിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നിവേദനങ്ങളായിട്ടും അതുപോലെ സർക്കാർ ചോദ്യങ്ങളായിട്ടും നിയമസഭയിൽ സബ്മിഷനായിട്ടുമൊക്കെ ചോമ്പാൽ ഹാർബറിലെ വിഷയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അന്ന് മന്ത്രി തന്ന മറുപടി തന്നെ ചോമ്പാൽ ഹാർബറിൽ ഇഷ്ടം പോലെ പണം ചെലവഴിച്ച് അവിടെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ അവിടെ ഒന്നും നടന്നിട്ടില്ല. അത് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഒരു ഫണ്ട് പോലും സർക്കാർ അവിടെ അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളവിടെ അവിടുത്തെ തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവർക്ക് ലൈറ്റ് വേണമെന്നുള്ളതും അവർക്ക് CCTV വെക്കണമെന്നും. അതിൻ്റെ ഭാഗമായിട്ട് 2025 അതിനകത്ത് ഫണ്ട് വെച്ചു. അതിൻ്റെ ഫൈനൽ ടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ ഇലക്ഷൻ കഴിഞ്ഞാൽ ആ ലൈറ്റും CCTV-യും അവിടെ സ്ഥാപിക്കും. അതുപോലെ തന്നെ ഒരു 6 മാസം മുന്നെയാണ് ഞങ്ങൾ ഒരു മെഗാ ക്ലീനിങ് നടത്തി. അവിടെ ചോമ്പാൽ ഹാർബർ മുഴുവൻ MLA-യുടെ നേതൃത്വത്തിലാണ് ക്ലീനിങ് നടത്തി. അവിടുത്തെ മുഴുവൻ വേസ്റ്റും പ്ലാസ്റ്റിക്കും എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹാർബറിന് വേണ്ടിയിട്ട് നിരന്തരം അവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹാർബറിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ബസ് രാവിലെ അവിടെ എത്താൻ തൊഴിലാളികൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് മനസ്സിലാക്കി അവരുടെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഹാർബറിലേക്ക് ഞങ്ങൾ രാവിലെ ഒരു ബസ്, KSRTC-യുടെ ഒരു ബസ് പുതിയത് സർവീസ് ആരംഭിച്ചു. ഇതൊക്കെ ഹാർബർ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് LDF-ൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വടകര അതേപോലെ കുറ്റ്യാടി മേഖലയിലൊക്കെ വലിയ ആക്രമണങ്ങൾക്ക് ഇവർ കോപ്പ് കൂട്ടുകയാണ്. ഇപ്പോൾ കുറ്റ്യാടിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി. അതുപോലെ അവിടെ സ്ഥാനാർത്ഥിയുടെ ബോർഡുകൾ പരസ്യമായി നശിപ്പിക്കുന്ന ഏർപ്പാടുകൾ വന്നു. ഇവിടെ വടകരയിൽ ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് വെള്ളികുളങ്ങരയിൽ എഴുതിയ ഒരു മനോഹരമായ ചുമരെഴുത്ത് കരിയോയിൽ ഒഴിച്ച് തകർത്തത്. യഥാർത്ഥത്തിൽ കരിയോയിൽ ഒഴിച്ച് ബോർഡ് പോയത് കൊണ്ടൊന്നും യഥാർത്ഥത്തിൽ ഞങ്ങൾ വടകരയിലെ വിജയത്തിന് ഒരു പോർമേൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വടകരയിലെ ചില ബൂത്ത് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സംഘടിതമായ ആക്രമണം നടത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് വേണ്ടിയുള്ള പ്രാഥമിക കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംഘർഷമുണ്ടാക്കി അതിലൂടെ കൃത്യമായി വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിൽ എത്താത്ത രൂപത്തിലും ബൂത്തുകൾ അട്ടിമറിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ SP-യോട് പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷനോടും ആവശ്യപ്പെടുന്നത് വളരെ കൃത്യമായി സമാധാനപരമായി വടകര മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അവരുടെ വോട്ടവകാശം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം
ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോലീസ് ജാഗ്രതയോടെ ഉണ്ടാകണം. ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം വലിയ സംഘർഷത്തിനാണ് CPIM കോപ്പുകൂട്ടുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ കരിയോയിൽ പ്രയോഗവും മറ്റ് കള്ളപ്രചാരവേലകളും എന്ന് തിരിച്ചറിഞ്ഞ് ശക്തമായ നടപടി ഇലക്ഷൻ കമ്മീഷനും പോലീസിനും ഉണ്ടാകണമെന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. N. വേണു, കോട്ടയിൽ രാധാകൃഷ്ണൻ, PP ജാഫർ എന്നിവർക്കൊപ്പം എത്തിയാണ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.